പരിയാരം മെഡിക്കൽ കോളേജിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ 2 ദിവസം അഡ്മിറ്റായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസുമാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അവിടുത്തെ ഡോക്ടറുടെ റെഫറൻസോടെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അമ്മയ്ക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത്. 2 ദിവസം കൊണ്ട് അത്യാവശ്യം സുഖം പ്രാപിച്ച് ചില മരുന്നുകളുടെ അഡ്വൈസോടെ ഡിസ്ചാർജായി. താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ അമ്മയെ വീൽചെയറിൽ ഇരുത്തി കാണാൻ പോകുന്ന വഴി കുറച്ച് ലവ് ബേർഡ്സ് ഉള്ള നെറ്റ് കേജ് കണ്ടു. അത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. മുൻപ് അച്ഛനെയും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഒരു നോമ്പ് സമയത്തായിരുന്നു അച്ഛൻ അഡ്മിറ്റായത്. ഇപ്പോഴും നോമ്പിൻ്റെ സമയം തന്നെയാണ് അമ്മയും അവിടെ അഡ്മിറ്റ് ചെയ്തത്. നോമ്പ് തുറക്കാനുള്ള ബിരിയാണി പാസ് കാണിച്ചാൽ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ താഴത്തെ ഗേറ്റിന് വൈകുന്നേരം 5 മണിക്ക് തരുമായിരുന്നു. തളിപ്പറമ്പ് CH സെൻറ്ററിൻ്റെ വകയായിരുന്നു അത്. പിന്നെ ഉച്ചക്കഞ്ഞി വിതരണവും വേറെയുണ്ട്. അത് സൗജന്യമാണ്. ദയാ ചാരിറ്റബിൾ സൊസൈറ്റി വഴിയാണ് ഉച്ചക്കഞ്ഞി വിതരണം. കണ്ണൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഡയാലിസിസ് രോഗികൾക്കും ജനറൽ വാർഡിൽ ചികിത്സയിൽ ഉള്ളവർക്കും ആണ് മരുന്നിനും സൗജന്യ ഭക്ഷണത്തിനുമുള്ള ഈ സഹായം. DYFIയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണം പദ്ധതിയിലൂടെ അതിൻ്റെ വോളണ്ടിയേഴ്സ് അഡ്മിറ്റ് ചെയ്ത രോഗിക്കും ഒരു കൂട്ടിരിപ്പുകാർക്കും കൂടെ 2 ഭക്ഷണപ്പൊതി ആക്റ്റീവായി കഴിഞ്ഞ 4 വർഷമായി നൽകി വരുന്നുണ്ട്. അതും വളരെ സഹായകരമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മയുടെ ചികിത്സയ്ക്ക് ഒക്കെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ അറ്റൻഡേഴ്സ്, നേഴ്സുമാർ, ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഡോക്ടേഴ്സ്, പിന്നെ ക്യാൻറ്റീൻ സ്റ്റാഫ്, ഫാർമസി ജീവനക്കാർ, കഫേ ജീവനക്കാർ എന്ന് വേണ്ട അവിടുത്തെ എല്ലാ ജീവനക്കാരും നല്ല സഹകരണവും നല്ല പെരുമാറ്റവുമാണ്. അഡ്മിറ്റ് ചെയ്ത പിറ്റേ ദിവസം ഒരു പാക്കറ്റ് പാലും ബ്രെഡും കിട്ടുമായിരുന്നു. താഴത്തെ നിലയിലുള്ള ക്യാൻറ്റീനിൽ പോയി കാച്ചിയിട്ട് പാല് കൊണ്ടുവരണം. ഹോസ്പിറ്റലിൽ ചെന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന രോഗിയും അവിടെ കൂടെ വന്നവരുമൊക്കെ ഇതുവരെ നല്ല പെരുമാറ്റവും സഹകരണവുമായിരുന്നു. അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ എല്ലാവരും ഒരു ഫാമിലിയിൽ കണക്കുള്ള ഫീലിങ്സാണ്. അമ്മയുടെ അഡ്മിറ്റ് പെട്ടെന്നായതുകൊണ്ട് ഒന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഡ്രസ്സും പ്ലേറ്റും സ്പൂണും തൂക്കുപാത്രവും അങ്ങനെ പലതും വാങ്ങിക്കേണ്ടി വന്നു പുറത്തു നിന്ന്. മെഡിക്കൽ കോളേജ് ഗേറ്റിന് താഴെയുള്ള കച്ചവടക്കാരിൽ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങിയത്. കുറഞ്ഞ പൈസക്ക് നല്ല നല്ല ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞുള്ള കൺസൾട്ടേഷൻ അഡ്വൈസോടുകൂടിയാണ് അമ്മയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ.